നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? സ്റ്റാർട്ട് ചെയ്തില്ലേ അല്ലേ? ഇനി നമുക്ക് മൾട്ടിപ്ലൈയിങ് 4 ഡിജിറ്റ് നമ്പർ ബൈ എ 1 ഡിജിറ്റ് നമ്പർ അല്ലേ പഠിക്കാനുള്ള ലോങ് മെത്തേഡും ഷോർട്ട് മെത്തേഡും. പേജ് നമ്പർ 94 അതല്ലേ നോക്കാനുള്ളത്. ഓക്കെ, ലോങ് മെത്തേഡും ഷോർട്ട് മെത്തേഡും ഒന്നും അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ ഷോർട്ട് മെത്തേഡ് മാത്രം നോക്കിയാൽ മതി. 3 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് 4 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ 1000ന്റെ പ്ലേസിലുള്ള നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. $4,300 23 into 2. ഇതെങ്ങനെ ചെയ്യാം? ലോങ് മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? വൺസിന്റെ പ്ലേസിലുള്ളത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാ? 3 into 2 6. ഇനി ടെൻസിന്റെ പ്ലേസിലുള്ളത് 2 tens into 2 ആണല്ലേ. 2 tens എന്ന് പറഞ്ഞാൽ 20. അപ്പൊ 20 into 2 40. ലോങ് മെത്തേഡ് ആണ് മിസ് പറഞ്ഞിരുന്നേ. 40. ഇനി 3 വരുന്നത് ഇവിടെ 100ന്റെ പ്ലേസിലാണ്. അപ്പൊ 300 എന്ന് പറഞ്ഞാൽ 300. 300 into 2. 3 into 2 6. അപ്പൊ 300 into 2 600. നെക്സ്റ്റ് 4 വരുന്നത് ഇവിടെ 1000ന്റെ പ്ലേസിലാണ്. സോ 4000 into 2 8000. 4000 into 2 8000. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. 6 plus 0 plus 0 plus 0 6. 4 plus 0 plus 0 4. 6 plus 0 6. Then 8. So final answer 8646. That means 4323 into 2 is equal to 8646. ഇങ്ങനെ എന്തുകൊണ്ടാ ചെയ്തേ? ദിസ് ഈസ് ലോങ് മെത്തേഡ്. അതായത് നമ്മൾ ഓരോ പ്ലേസ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അതിനെ ആഡ് ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ ലോങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം പ്ലേസ് വാല്യൂസ് അല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ. ഇവിടെ 3 വൺസിന്റെ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2ന്റെ പ്ലേസ് വാല്യൂ 2 into 10 20. 20നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 14 എഴുതി. 3ന്റെ പ്ലേസ് വാല്യൂ 100. 300 into 2 600 എന്ന് എഴുതി. 4ന്റെ പ്ലേസ് വാല്യൂ 1000. 4000 into 2 8000 എന്ന് എഴുതി. ഇനി ഈ പ്ലേസ് വാല്യൂസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ ആഡ് ചെയ്തു. ഫൈനൽ ആൻസർ, ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടി. ദിസ് ഈസ് ലോങ് മെത്തേഡ്. ദിസ് ഈസ് ലോങ് മെത്തേഡ്. ഇനി എങ്ങനെ ഷോർട്ട് മെത്തേഡിൽ നമ്മൾ എഴുതുന്നേ? എങ്ങനെ ഷോർട്ട് മെത്തേഡിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നേ? എന്താ എബിൻ? 1 minute. എബിൻ എന്താ പറയാനുള്ളത്? എബിൻ, where are you? Okay. Then now come to short method. എങ്ങനെയാ ഷോർട്ട് മെത്തേഡ്? നമ്മൾ പ്ലേസ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഓരോ പ്ലേസിലുള്ള ഡിജിറ്റിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 3 into 2 6. 2 into 2. ആദ്യം നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഏതിനെ? 3 into 2. ഇനി നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 ചെയ്യണം. 2 into 2 ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ നമ്മൾ എവിടെ എഴുതുക? ഈ 2ന്റെ നേരെ താഴെ 4 എന്ന് എഴുതി.
ഇനി ഈ 3 ഇൻറ്റു 100ന്റെ പ്ലേസിലുള്ള 3 ഇൻറ്റു 2 അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എവിടെ എഴുതണം? 3ന്റെ നേരെ താഴെ 6 എന്ന് എഴുതുക. 3 ഇൻറ്റു 2 6. ഇനി എന്താ ചെയ്യണ്ടേ? 4 ഇൻറ്റു 2. ദാറ്റ് മീൻസ് ഹൺഡ്രഡ്സിന്റെ പ്ലേസ് തൗസൻഡ്സിന്റെ പ്ലേസിലുള്ള 4 ഇൻറ്റു 2 എത്ര കിട്ടുക? 8 കിട്ടും. ആ 8 ഈ 1000ന്റെ പ്ലേസിന്റെ നേരെ താഴെ എഴുതാം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 8646. ദിസ് ഈസ് ഷോർട്ട് മെത്തേഡ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, അതായത് ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ആ പ്രൊഡക്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് ലോങ് മെത്തേഡ്. നമ്മൾ ഈ ചെയ്യുന്നത്, അതായത് ഓരോ പ്ലേസിലെയും ഡിജിറ്റ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഷോർട്ട് മെത്തേഡ് എന്ന് പറയും. നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത് ഷോർട്ട് മെത്തേഡ് ആണ്. ലോങ് മെത്തേഡ് ആരും അങ്ങനെ എഴുതി കാണില്ലേ. കാരണം എന്താ? ഒരുപാട് എഴുതിയിട്ട് കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആവും അല്ലേ? അതിനേക്കാളും നല്ലത് ഷോർട്ട് മെത്തേഡിൽ ഓരോ ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. ഇനി അതില് എക്സൈസ് 3.3 കണ്ടോ? പേജ് നമ്പർ 94 തന്നെ, സെയിം പേജില് എക്സൈസ് 3.3. അതിൽ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. ടെക്സ്റ്റ് തന്നെ ചെയ്ത് നോക്കിയേ. One, two, three, four ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. എക്സൈസ് 3.3 എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലൈ ഫസ്റ്റ് വൺ 2103 into 3, second one 4210 into 2, third one 2211 into 4, fourth one 6771 into 4. അതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. തേർഡ് വൺ 2211 into 4. 1 into 4 4, again 1 into 4 4, 2 into 4 8, again 2 into 4 8, 8844. Okay, then next one, last fourth one, 6771 into 4. 1 into 4 4, 7 into 4 28 ആണ്. അതില് 8 നമ്മൾ എവിടെ എഴുതിയാല് 8 നമ്മൾ എവിടെ എഴുതി? ബാക്കി 2 ഉണ്ട്, 2 10s ബാക്കിയുണ്ട്. അത് നമ്മൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ആഡ് ചെയ്യണം. 7 into 4 28, 28നോട് കൂടി 2 ആഡ് ചെയ്ത് 30 എന്ന് കിട്ടി. 30ല് 0 നമ്മൾ എവിടെ എഴുതും? 0 നമ്മൾ എവിടെ എഴുതി? ബാക്കി 3 ബാക്കിയുണ്ട്. ആ 3 എന്ത് ചെയ്യണം? 6 into 4 1000ന്റെ പ്ലേസിലേക്ക് ആഡ് ചെയ്യണം. 3 ഹൺഡ്രഡ്സ് ബാക്കിയുണ്ട്, അത് ഇവിടേക്ക് ആഡ് ചെയ്യാം. 6 into 4 24, 24 plus 3 27. അപ്പൊ അവിടെ നമ്മൾ 27 എഴുതി. അപ്പൊ എത്ര ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടി? 27,084. ഇതന്നെയാണോ കിട്ടിയേ? 27,084 തന്നെയാണോ കിട്ടിയേ ലാസ്റ്റ് വൺ? യെസ്. അപ്പൊ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്ലെ? അങ്ങനെ ചെയ്യുന്നത് ബാക്കി വരുന്നത് തൊട്ടടുത്ത പ്ലേസിലേക്ക് ആഡ് ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഇനി ആ ബി ക്വസ്റ്റ്യൻ കണ്ടോ? അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? ശനിയാഴ്ചയിലെ അടുത്ത ക്ലാസ് ഉള്ളൂ. ആ 8 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്തോ? നോട്ട് ചെയ്താൽ മതി. എക്സൈസ് 3.3 ബി
ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നോട്ടിൽ ചെയ്താൽ മതി കേട്ടോ. നാളത്തേക്ക് ചെയ്താൽ മതി, ഇന്ന് തന്നെ ചെയ്യണ്ട. 8 എണ്ണം ഇല്ലേ, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹോംവർക്ക് ചെയ്താൽ മതി. ചെയ്യണേ എല്ലാവരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് 4 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയോ? എന്താ ആദിദേവ്? ഇപ്പൊ ചെയ്ത പോലെയാണ് ഹോംവർക്കും ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഹോംവർക്കും ചെയ്യണ്ടേ. ലോങ് മെത്തേഡ് വേണ്ട, ഇപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിൽ ചെയ്തില്ലേ അതേപോലെ എഴുതിയിട്ട് ചെയ്താൽ മതി ഹോംവർക്ക്. ഓക്കെ, അപ്പോ 4 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയോ എങ്ങനെയാ ചെയ്യണ്ടേ? അറിയോ? യെസ് ഓർ നോ? പഠിച്ചിട്ടുണ്ടോ? നോ, പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമല്ലേ. എല്ലാവരും ശ്രദ്ധിക്കണേ. നമുക്ക് 4 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയോ? ഇപ്പൊ 25 into 22 ചെയ്യാൻ അറിയോ? 31 into 14 ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ അറിയോ? നോ. ഓക്കെ, മിസ് പറഞ്ഞുതരാം. ചെയ്യാൻ അറിയോ? എന്നാ ഒന്ന് എല്ലാവരും ഒന്ന് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 25 into 14 ഒന്ന് പെട്ടെന്ന് നോട്ടിൽ എഴുതി കണ്ടുപിടിച്ചേ. 25 into 14. ചെയ്തോ? എത്രയല്ല ആൻസർ കിട്ടിയേ? 40 ആണോ? ദേവാഞ്ജന എത്ര ആൻസർ കിട്ടിയേ? 260. ഓക്കെ, നമുക്ക് ഓരോരാളുടെ ആൻസർ നോക്കാലോ. ശ്രീദേവ് എത്ര കിട്ടിയേ? 350. സൂര്യദേവ് കിട്ടിയോ? നോ. ആദിദേവിന് എത്ര കിട്ടിയേ? 350. ഷെഫിക്ക് എത്ര കിട്ടിയേ? 350. ദേവപ്രിയക്ക് കിട്ടിയോ? എത്ര കിട്ടിയേ? 350. ക്രിസ്റ്റിക്ക് എത്ര കിട്ടിയേ? 350. 350 കിട്ടിയവരൊന്ന് കൈവന്നിച്ചേ. ഓക്കെ, ആഷിന് കിട്ടിയില്ലേ 350? നോ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് 350. എങ്ങനെ ചെയ്യുന്നേ? 350 ഈസ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. നമുക്ക് 14 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സിംഗിൾ ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ സാധാരണ ചെയ്യാം. 5 into 4 20ക്ക് 0 ഇവിടെ ഇട്ടു, ബാക്കി 2 ബാക്കിയുണ്ട്. പിന്നെ 2 into 4 8, ആ 8നോട് 2 ആഡ് ചെയ്തു,
10 എഴുതി. അപ്പൊ 25 into 4 100 എന്ന് കിട്ടി. ഇനി നമുക്ക് ടെൻസിന്റെ പ്ലേസിലുള്ള 1 കൊണ്ടാണ് ഈ 25നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. ടെൻസിന്റെ പ്ലേസിലുള്ള 1 കൊണ്ട് ആദ്യം 5നെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എവിടെ എഴുതണം? ടെൻസിന്റെ പ്ലേസിന് നേരെ താഴെ ഇവിടെ 5 എന്ന് എഴുതി. 1 into 5 5. Then ടെൻസിന്റെ പ്ലേസിലുള്ള 1 into 2 2 കിട്ടി. ആ 2 തൊട്ടിപ്പുറത്ത് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എഴുതി. ഓക്കെ. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയ ആൻസർ ഒക്കെ ആഡ് ചെയ്യും, പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യും. 0 plus 0 0, 0 plus 5 5, 1 plus 2 3. So the final answer is 350. ഒന്നുകൂടി ചെയ്ത് നോക്കാം. (36 into 15). 36 into 15. ഒന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചേ. (36 into 15). നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് 3 ഡിജിറ്റ് നമ്പറിനെ 4 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 4 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് റിമൈനിങ് വരുന്നത് തൊട്ടടുത്ത പ്ലേസിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി ചെയ്യാനുള്ളത് ഒരു നമ്പറിനെ 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇന്ന് ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക, നാളത്തേക്ക് മതി, ഇന്ന് തന്നെ ചെയ്യണ്ട. എക്സസൈസ് 3.3 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8 എണ്ണം ഉണ്ട്, അത് 8 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറുതെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, അപ്പൊ ശരിക്കും തരായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹോംവർക്ക് നാളത്തേക്ക് ചെയ്താൽ മതിയേ, ഇന്ന് തിരക്കിട്ട് ചെയ്യണ്ട. എല്ലാം ചെയ്ത് അയച്ചു തന്നാൽ മതി മിസ്സിനെ. പേഴ്സണലായിട്ട് അയച്ചോ, ഗ്രൂപ്പിൽ ഇടണ്ട കേട്ടോ. ഓക്കെ, ബൈ.